ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് കറി, തട്ടിക്കൂട്ട് ബീഫ് കറി. അപ്പൊ ആദ്യം നമ്മൾ കഴിക്കൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വെച്ച് അങ്ങ് കാച്ചാം. ചീരുള്ളി വെളുത്തും ഇതൊന്നും കിട്ടൂല വോയിസ്, അത്ര സ്പീഡിലത് പോണതേ. ആവശ്യമുള്ള ചീരുള്ളി വെളുത്തുള്ളി ഇത് ശരിയാവൂല. വെളുത്തുള്ളി ചീരുള്ളി തക്കാളിയും അതേപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വയറ്റാം. അതിൻ്റെ മുന്നേ നമുക്ക് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പീസ് വയറ്റാം. എന്നിട്ടാണ് നമ്മൾ ചീരുള്ളി അതേപോലെ ഉള്ളി ഇടുന്നത്. പിന്നെ നെക്സ്റ്റ് തക്കാളി പച്ചമുളക് ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണും ഇക്കാരം. എന്താ ചെയ്യാം, ഞാൻ ഇതിനനുസരിച്ച് വർത്താനം പറയാം. പിന്നെ മസാലപ്പൊടി ഏതൊക്കെ വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുറച്ച് ഉലുവ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് കാലി അയക്കണം. പിന്നെ വെള്ളം നമ്മൾ ഓണം പോലെ എന്നാണല്ലോ, അങ്ങനെ ഉണ്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് മൂരൊക്കെ കുടിച്ച് അങ്ങനെ ഒരു 8 വിസിലടിച്ചിട്ടോ. കുക്കറിനനുസരിച്ചാണ് വീവ്. 8 വിസിലടിച്ച് പിന്നെ തുമ്പിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിട്ട് ചീരുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ബീഫ് കറി റെഡി ആയി ഗായ്സ്. ഇതാണ് തട്ടിക്കൂട്ട് ബീഫ് കറി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇനി എല്ലാവരും ട്രൈ ചെയ്യുക, കമൻ്റ് ഇടാം, എന്തെങ്കിലും കടത്തൂടി. നമുക്ക് ഇപ്പച്ചിക്ക് ടേസ്റ്റ് വെക്കാൻ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇനി ഇപ്പച്ചി ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നതാണ് ഗായ്സ്. ഓ അടിപൊളി.